இந்தாங்க. அடாடாடாடா, இங்க பாரு, ஒரு சொர்ண கடையே வந்து நிக்குது. என்ன ஏதோ மாலை குறையுது, இன்னும் கூட ஒரு மாலை போட்டுக்கலாமே. தங்கமணி, அந்த கோவிந்தனுக்கு 2 பெடா கொடுக்கணும். உன் தம்பி அனுப்பட்டுமா? என்னடா நீ போறியா? அது மச்சா, எனக்கு தைரியம் இருக்கு. ஆனா அந்த கோவிந்தன் வந்து கோவிந்தன் ஒரு நேரத்துக்கு ஒரு கலம் சோறு சாப்பிடுற, என்னடா பிரயோஜனம்? தங்கமணி, உன் தம்பிக்கு சாரஸ்வத அர்ஷத்தில் கொஞ்சம் சொர்ணம் உரைச்சு கொடு, புத்தியும் தைரியமும் வளரட்டும். லுக்கும் ஸ்டைலும். டிஃபன் எடுத்து வச்சிருக்கு, வந்து சாப்பிடுங்க. ஆமா, செல்வம், அந்த கோவிந்தன் வளர்ந்து வளர்ந்து பெரிய ஆளாயிட்டான். அப்படி இருக்க கூடாது. அந்த திருட்டு கழுதிய என்ன பண்றது? மலை பூஞ்சோல மாமனுக்கு மணிமாலா, மலை பூஞ்சோல. ஹலோ கோவிந்தன். வணக்கம் தம்பி. நான் பெருமாள். പ്രതീക്ഷിച്ചടോ പെരുമാളെ. ഒളിഞ്ഞിരുന്ന് മുണ്ടുപൊക്കി കാണിക്കുന്ന ശീലം കളഞ്ഞ് താനൊന്ന് പ്രത്യക്ഷപ്പെട്. അടിയനാ തിരുമോന്തി ഒന്ന് കണ്ടോട്ടെ. கிண்டல் பண்றியா? எந்த காம்ப்ளெக்ஸில் கால் குத்தி எந்த ஆள் மேல கை வச்சு നോക്കിക്കോ, നിന്നെ ഞാൻ വിടില്ല. പിന്നെ താൻ ഒലത്തും. എടോ, തന്റെ ധൈര്യത്തിലാ തോമസ് വിലസുന്നെന്ന് എനിക്കറിയാം. തകിലടി പോലെ കിട്ടേണ്ടിയിരുന്ന തനിക്കാ. പിന്നെ വേണ്ട വേണ്ടാന്ന് വെക്കുന്നത്. കുറച്ചു കാലം ഡ്രൈവറായിട്ട് തന്റെ കൂടെ ശമ്പളം പറ്റി ജീവിച്ച ആളാണല്ലോ പാവന്റെ അച്ഛൻ. അതോർത്തിട്ടാ. ഓ, അപ്പോൾ നിനക്ക് ഓർമ്മയുണ്ട്. നല്ലത്, ரொம்ப நல்லது. ஓர்மைகள் உண்டாய் இருக்கணும். இதுவும் கூடி ஓர்மையில் வச்சிரு. எனக்கும் எனக்கும் நிறைய பிசினஸ் உண்டு. சிலது லீகலாய், சிலது இல்லீகலாய். எது எப்படியோ, உனக்கு ஓ வழி, எனக்கு என் വഴി. അത് തന്നെയാടാ പുല്ലേ എനിക്കും പറയാനുള്ളത്. മേലാൽ എന്റെ ലീഗലോ ഇല്ലീഗലോ ആയ കച്ചവടത്തിന് താൻ ഇടങ്കോലിട്ടാൽ ഒന്നെ ഞാൻ അപ്പടിയെ സുട്ടെരിച്ച് കരിച്ച് പൊരിച്ച് സാപ്പിടുവേൻ. ജാഗ്രതായി. അങ്ങനെ പെരുമാളിന്റെ പത്തിതാണ്. നേറ്റി രാത്രി തൂക്കം പോച്ചടി നിർത്തറ. എവിടാ നമ്മുടെ അനാർക്കലി? ഒരു എഴുത്തെഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ മൂദേവിയെ കാണുന്നില്ലല്ലോ. അവള് വരും. അടങ്ങി കിടക്കന്റെ ഗോവിന്ദ. അങ്ങനെ ആരും എന്നെ അടക്കി കിടത്താൻ നോക്കണ്ട. പോയി വിളിച്ചോണ്ട് വാടോ. വന്നല്ലോ. എന്താടി ലേറ്റ് ആയത്? കാണിക്കാനൊന്നും ഇല്ല. അത്യാവശ്യം വേണ്ടടുത്ത് തുണിയുണ്ട്. അതെ, ഞാനൊരു പെൺകുട്ടിയാ. അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ജ്വല്ലറിയിലാ. ഇതുപോലുള്ള വൃത്തിയേട്ട സ്ഥലത്തൊക്കെ ഓരോ കാരണം പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്താൻ നാണല്ലേ മനുഷ്യ? കൊച്ചച്ച, ഈ ഫയലും കൊടുത്തേ, സ്വയം വായിച്ചു നോക്കട്ടെ. അതിന് വായിക്കാൻ അറിയണ്ടേ? ദേ, കൊച്ചാക്കിയ കൊച്ചനാണെന്ന് ഞാൻ നോക്കില്ല, കൊങ്ങക്കി പിടിക്കും. വായിക്കടി. സെയിൽ ടാക്സ് ഓഫീസർക്ക് ഡ്രാഫ്റ്റ് ചെയ്ത ലെറ്റർ. ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യേ കൊച്ചച്ച? ലെറ്റർ സാധാരണ പോസ്റ്റ് ചെയ്യില്ലേ? അത് ലവ് ലെറ്റർ. ചുമ്മാ ഇരടാ. അതങ്ങനെ കിടക്കും. എന്നാലും ശ്രദ്ധ ഇവിടെ ഇരിക്കും. കുട്ടി വായിക്കും. Sir, this is in reference to a dear letter dated 5th January 2000 regarding non-receipt of our monthly tax returns for the month of December 1999. Kindly permit me to inform you that the aforesaid returns have already submitted on 3/1/2000. എന്തൊന്നും അറിയത്? നിന്റെ അമ്മൂമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ്. പുതിയ ഗ്രാമർ ഉണ്ടാക്കി ഗോവിന്ദനെ നാറ്റിക്കില്ലേ? എടി, ദിസ് ഈസ് ഇൻ റെഫറൻസ് എന്നല്ല, വിത്ത് റെഫറൻസ്. അതാ ശരി. എഫോർസെറ്റ് റിട്ടേൺസ് ഹാവ് ഓൾറെഡി സബ്മിറ്റഡ് എന്നല്ല, ഓൾറെഡി ബീൻ സബ്മിറ്റഡ് എന്ന് വേണം. മനസ്സിലായ? റീഡ്രാഫ്റ്റ് ചെയ്ത് നാളെ കാലത്ത് എനിക്ക് കിട്ടിയിരിക്കണം. നോ എക്സ്ക്യൂസ്. പൊയ്ക്കോ. ഈ എടുത്താ പോകാത്ത ഗ്രാമറൊക്കെ ഏത് യൂണിവേഴ്സിറ്റിന്ന് സംഘടിപ്പിച്ചു ഗോവിന്ദേട്ടാ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അല്ല, യൂണിവേഴ്സൽ എഡ്യൂക്കേഷനാ ഗോവിന്ദന്റേത്. അനുഭവം ഗുരു. കോടതി കൂടിയിരിക്കുക. ഇനി രക്ഷയില്ല. പ്രതി ഹാജർ. വിസ്താരം തുടങ്ങാം. നേരെ എത്രയായെന്ന് അറിയോ? 11:20.
പാതി രാത്രി വരെ നിന്നെ ഇങ്ങനെ കാത്തിരിക്കാന്ന് വെച്ചാൽ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് മിണ്ടാനും പറയാനും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടെ. ശരിയാ, എന്റെ തിരക്കിനിടയ്ക്ക് പലപ്പോഴും ഞാൻ അമ്മയുടെ കാര്യം ഓർക്കാറേ ഇല്ല. ഏതായാലും നാളെ തന്നെ ചെറിയ ശമ്പളത്തിന് ഒരു വേലക്കാരി ഏർപ്പാടാക്കിയിട്ട് തന്നെ കാര്യം. ഇതാ ഇപ്പൊ നന്നായത്. ഗോവിന്ദ, വേലക്കാരിയുടെ കാര്യമല്ല, നിനക്കും വേണ്ട ഒരു കുടുംബജീവിതം. ഉണ്ടല്ലോ, അച്ഛൻ, അമ്മ, ഗോവിന്ദൻ, ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. മതി നിന്റെ തമാശ. നീ ഒരു കല്യാണം കഴിച്ച് ഒരു പെണ്ണിനെ കൊണ്ടുവരുന്ന കാര്യമാ പറഞ്ഞത്. ആ ധനപാലിൽ നിന്നും വിളിച്ചിരുന്നു. വിളിക്കട്ടെ അമ്മേ, അയാളെ പോലെ എത്രയെത്ര പുതുപുത്തൻ മുതലാളിമാരാ പെമ്മക്കളുടെ കല്യാണക്കാര്യം പറഞ്ഞ് ഗോവിന്ദനെ വിളിക്കുന്നത്. പക്ഷെ സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ നോ വിട്ടുവീഴ്ച. മൈ ഡിമാൻഡ്സ് 10 lakhs ക്യാഷ്, ടി എസ്റ്റേറ്റ്, സിറ്റിയിലെ ബംഗ്ലാവ്, 501 പവൻ. ഇതൊക്കെ തരാൻ ധനപാല മുതലാളി തയ്യാറാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അതല്ലാതെ ഇക്കാലത്തൊരു കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെലവാ. പോരാത്തതിന് കല്യാണം കഴിഞ്ഞ ഇവൾക്കൊക്കെ ദിവസേന സാരി, സോപ്പ്, ചീപ്പ്. ഇനി കഷ്ടകാലത്തിനെങ്ങാനും ഗർഭിണിയായി പോയാ പിന്നെ പറയും വേണ്ട. അല്ലെങ്കിൽ നിന്നോട് കല്യാണക്കാര്യം പറയാൻ വന്ന എന്നെ വേണം പറയാൻ. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. മകൾക്ക് കല്യാണം ആലോചിച്ച് വന്ന ആ ധനപാലന്റെ മുന്നില് നമ്മുടെ മുതലാളി വെച്ച ഡിമാൻഡ്സേ. അല്ല കൊച്ചച്ച, നിങ്ങൾ ഈ ആണുങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താ? കുന്തം. കൊച്ചച്ച ശ്രീധനക്കാര്യം ഫ്ലാഷ് ആക്കിയത് കൊച്ചച്ഛനാണെന്ന് അങ്ങനും അറിഞ്ഞ ഗോവിന്ദേട്ട എല്ലാം ഒരു പന്തൽ കെട്ടു. പിന്നെ ആ പന്തൽ വെച്ചാലും കല്യാണം. ആര് ഗോവിന്ദൻ? അവൻ ഞൊട്ടും. പണ്ടും പറയാനുള്ളത് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളത് കൊച്ചച്ഛൻ മാത്രം. ഗായത്രി പറഞ്ഞാൽ എന്താ തെറ്റ്? 501 പവനി ക്ലിപ്പ് ഇട്ട് അവൻ ആര്? 1 മില്ലിഗ്രാമെങ്കിലും വിവരമുണ്ടോ, വിദ്യാഭ്യാസം ഉണ്ടോ? പോട്ടെ, 4 ആളോട് നേരെ ചൊവ്വേ പെരുമാറാൻ അറിയോ? അതെങ്ങനെ? കുറെ ഗ്ലാസ് കഴുകി, എച്ചിലെടുത്തു, ചെരുപ്പ് തുണി, വണ്ടി കഴുകി, ഇതൊക്കെയല്ലേ ക്വാളിഫിക്കേഷൻസ്. എന്നീ എച്ചിത്തനം അവസാനിപ്പിക്കുന്നു, അന്നേ അവൻ നന്നാവും. എത്ര കാലം എന്ന് കരുതി എനിക്ക് ഈ ബിസിനസ്സുകളൊക്കെ നോക്കി നടത്താൻ പറ്റും? എന്നാ എനിക്ക് വല്ല ബെനിഫിറ്റും ഉണ്ടോ? ഒട്ടില്ല. താനും ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പാവം ഗോവിന്ദൻ എന്ത് ചെയ്യും? നോക്കൂ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു മുതലാളിയാകുമ്പോ ചിലപ്പോ തെണ്ടിയായിരിക്കും, ഫ്രാഡായിരിക്കും. അതെ, ഗോവിന്ദൻ തെണ്ടിയാ, ഫ്രാഡാ. അതുകൊണ്ടാണല്ലോ കൊച്ചച്ഛനാണെന്നും പറഞ്ഞ് വലിഞ്ഞു കയറി വന്ന് തന്നെ ഞാനിവിടെ പിടിച്ചിരുത്തിയത്. പക്ഷെ എന്റെ ബയോഡാറ്റയിൽ ഒരു കാര്യം താൻ വിട്ടുപോയി. 5-6 വർഷം സൗജന്യമായി പലരുടെയും പല്ലെടുത്ത ദന്തിസ്റ്റ് ആയിരുന്നു. പറഞ്ഞെടുക്കട്ടെ. അതിനർത്ഥം നീ എന്റെ പല്ലടിച്ച് പറിക്കുമെന്നല്ലേ? നീ ഇത് എന്നോട് തന്നെ പറയണം ഗോവിന്ദ. നിനക്ക് ഓർമ്മയുണ്ടോ, അന്നൊരു വെള്ളിയാഴ്ച ഓല PP വേണമെന്ന് പറഞ്ഞ് ഇക്കളായിട്ട് കരഞ്ഞപ്പോ പറമ്പിലെ പടുകൂട്ടം പ്ലാവി കയറി ഓല പറിച്ച് PP ഉണ്ടാക്കി തന്നവനാണ് ഈ കൊച്ചച്ഛൻ. ഒരു സംശയം, മാവിലാണോ പ്ലാവിലാണോ ഓല? സംശയിക്കണ്ട ഗണേശ, സെന്റിമെന്റൽ ആയപ്പോ മരം മാറിപ്പോയതാ. 4 അണയുടെ കളർ PP വാങ്ങിത്തരാൻ അമ്മ തന്ന കാശ് കൊണ്ട് പുട്ടടിച്ച് പകരം ഓല PP ഉണ്ടാക്കി തന്ന എന്നെ പറ്റിച്ച എച്ചിയല്ലോ താൻ. ഗോവിന്ദ, എനിക്കിത് കിട്ടണം. നിന്റെ ഇച്ചിച്ച് വരെ കോരിയവനാണ് ഈ കൊച്ചച്ഛൻ. എങ്കിലൊന്നും പേടിക്കാനില്ല, തോട്ടിയായിട്ടെങ്കിലും ജീവിച്ചു പോകും. അഥവാ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും നമുക്ക് കോർപ്പറേഷൻ ഒന്ന് ട്രൈ ചെയ്യാം.